കിച്ചൺ സിങ്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ആദ്യം തന്നെ തീരുമാനിക്കുക സിംഗിൾ ബൗൾ വേണോ അതോ ഡബിൾ ബൗൾ സിങ്ക് ആണോ നിങ്ങൾക്ക് എടുക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തേത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക് എടുക്കണോ അതോ ക്വാർട്സിന്റെ സിങ്ക് എടുക്കണോ എന്നാണ്. ഒരുപാട് ഹെവി വാഷ് ഉള്ള കിച്ചണുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് നല്ലത്. അധികം പാത്രങ്ങളൊന്നും വാഷ് ചെയ്യേണ്ട, വെജിറ്റബിൾസ് ഒക്കെ മാത്രം വാഷ് ചെയ്താൽ മതിയെങ്കിൽ അവിടെ ക്വാർട്സ് നല്ല ഓപ്ഷനാണ്. പക്ഷേ ക്വാർട്സിന് സ്റ്റെയിൻ പിടിക്കാനും അതുപോലെ ഡാമേജ് ആകാനുള്ള ചാൻസസും കൂടുതലാണ്. മൂന്നാമത്തത്, സിങ്കിന്റെ തിക്നെസ് കൂടുന്ന അനുസരിച്ച് അതിന്റെ ഡ്യൂറബിലിറ്റിയും കൂടും. മാർക്കറ്റിൽ 0.8 തൊട്ട് 1 mm വരെ അവൈലബിൾ ആണ്. പക്ഷെ അതിൽ ഹെവി യൂട്ടൻസിൽസ് വാഷ് ചെയ്യുമ്പോൾ അത് ഡെന്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് 1.2 mm തിക്നെസ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ SS304 സിങ്ക് തന്നെ വാങ്ങുക. നാലാമത്തത്, സിങ്കിന്റെ ഡെപ്ത് നോക്കാൻ മറക്കരുത്. നല്ല സ്ലോപ്പ് ഉള്ള ഒരു 8 ഇഞ്ചിന്റെ മിനിമം ഡെപ്ത് ഉള്ള സിങ്ക് ആയിരിക്കണം. വലിയ പാത്രം ഉള്ള കിച്ചൺ ആണെങ്കിൽ അവിടെ ഒരു 10 ഇഞ്ച് ഡെപ്ത് ഉള്ള സിങ്ക് ആണെങ്കിലും വാങ്ങാവുന്നതാണ്. അഞ്ചാമത്തത്, ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ട ഒന്നായതുകൊണ്ട് നല്ല ബ്രാൻഡിന്റെ കൂടുതൽ വാറണ്ടി തരുന്നതുമായ ബ്രാൻഡുകൾ യൂസ് ചെയ്യുക. ഫ്രാങ്കെ, ഹിൻഡ്വെയർ, കോളർ പോലത്തെ ബ്രാൻഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള റെഫറൻസിന് വേണ്ടി ഈ വീഡിയോ സേവ് ചെയ്യുക. ഒപ്പം തന്നെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.